ഇത്രയും കടം എടുക്കുമ്പോൾ അത്രയും പലിശ അടയ്ക്കാനുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അതായത് നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ അതിന് അത്രയും പലിശയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ബോറോയിങ്സ് നടത്തുമ്പോൾ അത്രത്തോളം പലിശ അടവുകളുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20 പൈസയാണ് പലിശ. ഹായ് ഓൾ, എൻട്രിയുടെ എക്കണോമിക്സിൻ്റെ ഒരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നന്ദു എസ് ഗോപൻ, ഞാൻ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം പൊതുവേ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാത്രമല്ല, ഈ ഒരു എക്കണോമിക്സ് എന്ന് കേൾക്കുന്ന സമയത്ത് പലരും പഠിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു PSC ഉദ്യോഗാർത്ഥിനെ എങ്ങനെ എക്കണോമിക്സ് പഠിക്കുന്നതിലോട്ട് പരിചയപ്പെടുത്താം എന്നുള്ള ഒരു സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും, മാറിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ എവിടുന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സീരീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് വെച്ചാൽ ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടുത്തുക. പൊതുവേ 10th ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഡിഗ്രി ലെവൽ എക്സാമിലോട്ട് വരുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാകും. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, PSCയുടെ പാറ്റേൺ ചേഞ്ച് ആയി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ചാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള സംശയങ്ങളൊക്കെ പൊതുവേ ഉണ്ട്. ആദ്യം ആ സംശയം മാറ്റുക. എങ്ങനെ? എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആ സംശയം മാറ്റുക. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ട് നമ്മുടെ 10th ലെവൽ എക്സാമും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമും തമ്മിലുള്ള ചോദ്യ പേപ്പറുകളുടെ സിമിലാരിറ്റി, എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സ്പെഷ്യലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യം ഏതൊരു സബ്ജക്റ്റും പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാളും അപ്പുറം എന്ത് പഠിക്കണ്ട എന്നുള്ള കാര്യം അല്ലേ, എന്ത് എലിമിനേറ്റ് ചെയ്ത് കളയണം, എന്ത് മാത്രം ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് PSC നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, സിലബസ് എന്നൊരു സാധനം തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാനുള്ളത് സിലബസ് ആണ്. ഓക്കെ, സിലബസിനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിൻ്റെ സിലബസ് ആണ് കേട്ടോ. മെയിൻസ്, അതായത് നമുക്കറിയാം ഡിഗ്രി ലെവൽ മെയിൻസ് എന്ന് പറയുന്ന പല പോസ്റ്റുകളിലോട്ടും മെയിൻസ് എക്സാം നടക്കാറുണ്ട്. അപ്പോൾ പൊതുവിൽ എക്കണോമിക്സിന് ഇത്തരത്തിലുള്ളൊരു സിലബസാണ് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ കാണാൻ പറ്റുക. അപ്പോൾ നോക്കിയേ, ആദ്യം സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം തന്നെ നിങ്ങളെ എക്കണോമിക്സ് പരിചയപ്പെടുത്തുക. അത് എല്ലാവർക്കും, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും, നിലവിൽ LDC 10th ലെവൽ 12th ലെവൽ ഫോക്കസ് ചെയ്യുന്നു, ഡിഗ്രി ഹോൾഡേഴ്സ് ആണെങ്കിൽ പോലും 10th 12th ലെവൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ഡിഗ്രി ലെവലിലോട്ട് നിങ്ങളൊരു എൻട്രി, മനസ്സിലായല്ലോ, ഡിഗ്രി ലെവലിലേക്ക് ഒരു എൻട്രി, അതിനുവേണ്ടി ഡിഗ്രി ലെവൽ എക്കണോമിക്സ് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഇന്ത്യ എക്കണോമി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 ഇയർ പ്ലാൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവിൽ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുള്ളതാണ്. 5 ഇയർ പ്ലാൻസ് അല്ലേ, പഞ്ചവത്സര പദ്ധതികൾ. അത് പ്രത്യേകിച്ച് പുതിയൊരു ടോപ്പിക് ഒന്നുമല്ല. നമുക്കറിയാം 12 പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം, നീതി ആയോഗ് അറിയാം അല്ലേ, മോദിജി പ്ലാനിംഗ് കമ്മീഷൻ എടുത്ത് മാറ്റി നീതി ആയോഗിനൊക്കെ കൊണ്ടുവന്ന് നമുക്കറിയില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കറിയാം. ന്യൂ എക്കണോമിക് റിഫോംസ്, പുത്തൻ സാമ്പത്തിക നയങ്ങൾ ആണല്ലോ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നമ്മുടെ മൻമോഹൻ സിംഗിനെയൊക്കെ ഇപ്പോൾ പറയാറില്ലേ, മൻമോഹൻ സിംഗ് ഇന്ത്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിബറലൈസേഷൻ അതായത് ഉദാരവൽക്കരണം നടപ്പിലാക്കി, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് വളർച്ച കൈവരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്താണ്, പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കാനുള്ളത്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനകത്താണ് ബാങ്കുകൾ, RBI, മോണിറ്ററി പോളിസി, അത്തരത്തിലുള്ള കാര്യങ്ങൾ. കാർഷിക മേഖല, പ്രധാനപ്പെട്ട വിളകൾ, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, മിനറൽസ്, പിന്നെ നികുതികൾ, ഇന്ത്യയിലെ നികുതികൾ, GSTക്ക് ഊന്നൽ കൊടുത്ത് നികുതികളെ പറ്റി പഠിക്കുന്നു. ഞാനിത് വേഗത്തിൽ ഓടിച്ച് പറഞ്ഞു പോകാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 10th ലെവൽ അല്ലെങ്കിൽ 10th 12th ലെവൽ എക്സാമുകളുടെ എക്കണോമിക്സിൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യ സാമ്പത്തിക രംഗം, അതല്ലേ നമ്മളിവിടെ കണ്ടത്, ഇന്ത്യ എക്കണോമി ആണല്ലോ. അപ്പോൾ 10th ലെവൽ എക്സാമിനും 12th ലെവൽ എക്സാമിനുള്ള സിലബസിലുള്ള സിമിലാരിറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 10th ലെവലിലും 12th ലും, അതായത് ഇപ്പോൾ LD എക്സാമിന് അല്ലെങ്കിൽ CPOക്ക് ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിഗ്രിക്കും പഠിക്കാനുള്ളത്.
പുതിയ പുറത്തുനിന്നുള്ള അഡീഷണൽ കാര്യങ്ങളൊന്നും അല്ല നോക്കാനുള്ളത്. നിങ്ങൾ 10th 12th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യ എക്കണോമി, ഇന്ത്യ സമ്പദ് വ്യവസ്ഥ. അത് കഴിഞ്ഞ് നോക്കിയേ, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ആണല്ലോ. ഇവിടെ നമ്മൾ അതല്ലേ പറഞ്ഞത്, എന്താ 5 year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. ഇവിടെ തന്നെ നമുക്ക് സിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ സിമിലർ ആണ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ന്യൂ എക്കണോമിക് റിഫോംസ്. അത് നമ്മൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യമുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ. ആ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവിടെ എന്തെന്ന് കൊടുത്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, അതും ഇതുപോലെ ഉണ്ട്. എന്താ, ഗ്രീൻ റവല്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, മിനറൽസ്. അതിൽ GST നികുതി എന്ന് പറയുന്ന ഒരു മേഖല മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് നികുതികളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 10th ലെവലിലും 12th ലെവലിലും നിങ്ങൾ എന്തൊക്കെ തന്നെ പഠിക്കുന്നുണ്ടോ എക്കണോമിക്സിൽ, അതെല്ലാം തന്നെയാണ് ഡിഗ്രി ലെവലിലും പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. കൂടുതലായിട്ട് അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല. സിലബസ് സിമിലർ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്കൊരു ഡൗട്ട് വരുന്നു, സിലബസ് ഒക്കെ സിമിലറാണ്, പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പാറ്റേണുകൾ വ്യത്യാസമില്ലേ? പാറ്റേണുകൾ വ്യത്യാസം നമ്മൾ പഠിക്കുന്നതിനപ്പുറം, അതായത് പഠനത്തിൽ കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇതേ മാതിരി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആഴത്തിൽ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എക്കണോമിക്സിൽ PG അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ഉണ്ട്, അത്തരത്തിലുള്ള പഠനമല്ല വേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിച്ചാൽ എങ്ങനെ എഴുതണം, അതിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. നമുക്കിപ്പോൾ UPSCക്ക് ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്കുകൾ. അത് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് വെച്ചാൽ നമുക്കൊരു ചോദ്യത്തിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളാണ്, പ്രസ്താവന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ പ്രസ്താവനകൾ മുഴുവനായിട്ട് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പല കുട്ടികളെയും പല ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്യുന്നുണ്ട്, കുഴപ്പിക്കുന്നതാണ് പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ. അത് മുഴുവനായിട്ട് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് അതിൽ അറിയാവുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേഷൻ ചെയ്യുന്നു, ഒരു ഗസ് യൂസ് ചെയ്തിട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള എലിമിനേഷൻ എങ്ങനെയാണ് ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്താം, അത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ മാത്രം, അത്തരത്തിലുള്ള സ്ട്രാറ്റജികളിലൂടെ മാത്രമേ ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടല്ല ഒരു ഡിഗ്രി ലെവൽ എക്സാമും UPSCയും ക്രാക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് എലിമിനേഷൻ വേണം, അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് ആവശ്യമാണ്. ഹാർഡ് വർക്ക് എന്നതിനപ്പുറം സ്മാർട്ട് വർക്ക് ആവശ്യമാണ് അല്ലേ. എല്ലാം കാണാതെ പഠിക്കുന്നതിനപ്പുറം കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോൺസെപ്റ്റ്സ് അല്ലേ. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റുകൾ അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്കണോമിക് കോൺസെപ്റ്റുകൾ, നിങ്ങൾ ഇൻഫ്ലേഷൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. വിലക്കയറ്റം നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ വിലക്കയറ്റം, അതെങ്ങനെ സംഭവിക്കുന്നു? വിലക്കയറ്റം വരുമ്പോൾ ഉണ്ടല്ലോ, ഈ വിലക്കയറ്റം വരുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് അനൗൺസ് ചെയ്യുന്നൊരു പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി. നമ്മൾ പണനയം എന്ന് പറയാറുണ്ടല്ലേ. എന്താണ് ഈ പണനയം? അത് ഈ പണനയം അനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുക? അതുപോലെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ ധനനയം എന്നാണ് പറയുന്നത്. എന്താണ് ധനനയം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്ന ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു ഫിസ്ക്കൽ പോളിസിക്കകത്ത് എന്തൊക്കെ വരുന്നു? ഗവൺമെൻറ് വരുമാനം, ഗവൺമെൻറ് ചെലവുകൾ, ഗവൺമെൻറ് എടുക്കുന്ന കടം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്, ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. ആക്ച്വലി നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, അതായത് പണ്ട് മുതലേ ഉദ്ദേശിക്കുന്നത് LD എക്സാമിനാണെങ്കിൽ, അതുപോലെ തന്നെ CPU അതുപോലുള്ള മറ്റ് എക്സാമുകൾക്കാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കാണാതെ പഠിക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന കാണാപ്പാഠം വേണ്ട എന്നല്ല, അതായത് നമുക്ക് വർഷങ്ങൾ, ആൾക്കാരുടെ പേരുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഡിഗ്രി ലെവലിൽ ഇപ്പോഴത് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളപ്പുറം കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്നാണിപ്പോൾ PSC മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കോൺസെപ്റ്റുകൾ. ഇൻഫ്ലേഷൻ വന്നാൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ അനൗൺസ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോ നിരക്കുകളിൽ എന്ത് വ്യത്യാസം വരുത്തണം, അത് വർദ്ധിപ്പിക്കണോ കുറയ്ക്കണമോ, റിവേഴ്സ് റിപ്പോയിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരണം, CRR SLRൽ എന്ത് ചേഞ്ച് കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങൾ. എന്താണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, എന്താണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ബജറ്റ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി, അതുപോലെ നമ്മൾ ഡെഫിസിറ്റുകളെ പറ്റി പറയാറുണ്ടല്ലോ. ഇപ്പോൾ PSC ഭയങ്കരമായിട്ട്, അതായത് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഡെഫിസിറ്റ്.
ഫിസ്ക്കൽ ഡെഫിസിറ്റ്, നമ്മൾ ധനക്കമ്മി, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ കാണാറില്ലേ? അതുപോലെ തന്നെ റവന്യൂ കമ്മി, എന്താണ് ഈ പറയുന്നത്? റവന്യൂ കമ്മി എന്താണ്, ധനക്കമ്മി എന്താണ്? ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ്. ഇതൊരിക്കലും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, മനസ്സിലായോ? നമ്മളൊരു കോൺസെപ്റ്റ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എക്സാമിന് പോയിട്ട് അത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ്, ഈ ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കാനൊരു പേടി അല്ലെങ്കിൽ ഒരു മടി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറയുന്നു, എന്താണ്, നിങ്ങൾ ആക്ച്വലി ഒരു പേടി മടി മാറ്റുക. പകരം നമുക്ക് പഠിക്കാനുള്ള അതേ സിലബസാണ് ഇവിടെ ഉള്ളത്. ഇനി എക്കണോമിക്സ് പാടാണ്, എക്കണോമിക്സ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ എക്കണോമിക്സ് പിടിച്ച് കടിച്ചിട്ടില്ല, മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് എക്കണോമിക്സ് എങ്ങനെ കടി തരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്കണോമിക്സിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം, മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സീരീസ് നിങ്ങൾ എക്കണോമിക്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക, എക്കണോമിക്സിനെ ഇഷ്ടപ്പെടുക, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടരുത്. നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഇഷ്ടപ്പെടുക. അതിനുവേണ്ടി ഒരു സീരീസ് നമ്മൾ ഇന്ന് ആരംഭിച്ചു. അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി. ഇതെന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ, നമ്മളിവിടെ കുറച്ച് പ്രീവിയസ് ആയിട്ട് നടന്ന, അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മണി സപ്ലൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇത് നോക്കാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ഉറപ്പാണല്ലേ? ഒരു സാധനം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണ്ടേ? അപ്പോൾ ഇത് നോക്കാതെ ആൾക്കാർ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ അതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. അപ്പോൾ എന്താണ് സപ്ലൈ ഓഫ് മണി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായല്ലോ? എന്താണ് മണി സപ്ലൈ എന്ന് അറിയണം. ഇവിടെ പറയുന്നത് എന്താ? മണി സപ്ലൈ, എക്കണോമി എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ, നമുക്ക് അറിയാവുന്നതാണല്ലേ? നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ടേമാണ് എക്കണോമി. അപ്പോൾ എന്താണ് ഈ എക്കണോമിക്സ്? എന്താണ് എക്കണോമി? അതിൽ നമ്മൾ ആദ്യം തുടങ്ങണം. എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക ശാസ്ത്രം അല്ലേ? അതൊരു ഡിസിപ്ലിനാണ്. അതായത് എന്താണ്, നമ്മൾ പലപ്പോഴും സമ്പത്തിനെ പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, ഒരു പരിധിവരെ സമ്പത്തിനെ പറ്റി പഠിക്കുന്ന എക്കണോമിക്സ്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലേ, വിഭവങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ജനങ്ങളുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, വായു, അതുപോലെ സഞ്ചരിക്കാനുള്ള കാറ്, അതുപോലെ തന്നെ വീട്, ഇതെല്ലാം വിഭവങ്ങളാണ്. ഇനി നമുക്ക് എന്തുണ്ട്? ഈ വിഭവങ്ങൾക്ക് ആവശ്യകതയുണ്ട്, നീഡ്സ് ഉണ്ടല്ലേ? നമുക്ക് ആവശ്യകതയുണ്ട്. നമ്മുടെ ആവശ്യകത നിറവേറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിസോഴ്സസ് എന്ന് വിളിക്കുക. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്, അൺലിമിറ്റഡ് ആണ്. പക്ഷേ റിസോഴ്സസ് ആർ സ്കേഴ്സ് അല്ലേ? റിസോഴ്സസ് എന്ന് പറയുന്നത് പരിമിതമാണ്, ആണല്ലോ? അത് ദൗർലഭ്യം നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ റിസോഴ്സിനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു അല്ലേ? പക്ഷേ പെട്രോളിൻ്റെ വില അറിയാലോ, ഇപ്പോൾ എത്രയാണ്? 109. നിങ്ങളതിന് ആലോചിച്ച് നോക്കിയേ, പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ എത്ര രൂപ കൊടുക്കും നിങ്ങൾ? പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്നതൊക്കെ സ്കേഴ്സ് റിസോഴ്സാണ്. അതായത് നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലല്ലേ? അതിനനുസരിച്ച് നമ്മുടെ നീഡ്സ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സസ് നമുക്കിവിടെ ഇല്ല. പക്ഷേ നമുക്കറിയാം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ചാലേ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ അത്യാഗ്രഹത്തിന്, അല്ലെങ്കിൽ ജനങ്ങളുടെ അത്യാഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരാൾക്ക് ഒന്നിലധികം ആവശ്യങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ ആവശ്യത്തിനും റിസോഴ്സസ് ഇല്ല. അപ്പോൾ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന് റിസോഴ്സസ് ഉപയോഗിക്കുക, വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഈ സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ സമ്പത്ത് എന്ന് പറയുന്ന വിഭവങ്ങളാണ്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന് പലരും പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡെഫിനിഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, പോൾ സാമുവൽസിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അപ്പോൾ ഓരോ ലയണൽ റോബിൻസിൻ്റെ ഉണ്ട്. അങ്ങനെ പലരും പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡെഫിനിഷൻ മാത്രമാണ് ഇതെന്ന് പറയുന്നത് എക്കണോമിക്സ്. ഇനി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു ഡിസിപ്ലിൻ, ഒരു പഠന മേഖലയാണ്. പക്ഷേ ഇവിടെ പറയുന്ന എക്കണോമി, അതെന്താ എക്കണോമി എന്ന് വെച്ചാൽ? എക്കണോമിക്സ് ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണെങ്കിൽ എക്കണോമി എന്താ? എക്കണോമി എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു. ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇന്ത്യൻ എക്കണോമി എന്നായിരിക്കും അല്ലേ കേട്ടിട്ടുള്ളത്? കേരള എക്കണോമി എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. മലയാളത്തിൽ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, കേരള സമ്പദ് വ്യവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ എന്താ വ്യത്യാസം? അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. അതിനനുസരിച്ച് അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എക്കണോമി, ഒരു രാജ്യത്തിൻ്റെ പേരിനൊപ്പം പൊതുവെ എന്തെന്ന് പറയുക എക്കണോമി, അല്ലെങ്കിൽ
ഒരു ഭൂപ്രദേശത്തിനോട് ചേർന്നാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ എക്കണോമി ഇവിടെ പറയുന്നത് താഴെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് എക്കണോമിയിൽ മണി സപ്ലൈ കുറയാവുന്നത്. എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളെല്ലാവരും ചേരുന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലേ. അപ്പോൾ ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശിൻ്റെ അളവ് കുറയുന്നു, അതാണ് മണി സപ്ലൈ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന എക്കണോമി, ഇന്ത്യക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഒരുപാട് ജനങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, അതായത് ഒരുപാട് ജനങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നതാണല്ലോ. ഈ ഇന്ത്യൻ എക്കണോമിയിൽ, ഇതാണ് ഇന്ത്യൻ എക്കണോമി, ഇതിനകത്തുള്ള ജനങ്ങളാണ് ഇവരൊക്കെ. അപ്പം നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള മണി സപ്ലൈ, അതായത് ജനങ്ങളുടെ കയ്യിലൊക്കെ കാശുണ്ടല്ലോ, ഈ കാശ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി. സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ കയ്യിലുള്ള കാശ് കുറയ്ക്കുന്ന മാർഗങ്ങൾ. താഴെ 3 ഓപ്ഷനും ഡി നൺ ഓഫ് ദ എബോയും കൊടുത്തിട്ടുണ്ട് അല്ല. ഇപ്പം പലർക്കും കൺഫ്യൂഷനാണ്, നൺ ഓഫ് ദ എബോ ഇതല്ലെങ്കിൽ വേറെ ഏത് എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ നമുക്ക് ഈ 3 ഓപ്ഷൻസ് നോക്കാം. ഇത് കോൺസെപ്റ്റാണ്, ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ രീതി ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും കാണാതെ പഠിച്ചാലേ. അപ്പോൾ നോക്കിയേ, കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI. ഓക്കെ, പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI. അവിടെ 3 വാക്കുകളുണ്ട്. ഒന്ന് പർച്ചേസ്, മറ്റൊന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മറ്റൊന്ന് RBI. RBI നമുക്കറിയാവുന്ന കാര്യമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് RBI അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി പർച്ചേസ് നമുക്കറിയാം, വാങ്ങുക. എന്താണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? നമ്മൾ മലയാളത്തിൽ കടപ്പത്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്താണ് കടപ്പത്രങ്ങൾ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കാശ് ആവശ്യമാണ്. ഗവൺമെൻറ്റിന് കാശ് ആവശ്യമുള്ളപ്പോൾ ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, അത് ബാങ്കിൻ്റെ കയ്യിൽ നിന്നാവാം, സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നാവാം, വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കടം മേടിക്കും. കടം മേടിച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ് സെക്യൂരിറ്റി. നോക്കിയേ, ഉദാഹരണം, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കടം മേടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് കുറച്ച് കാശ് തരണം. ഓക്കെ, എന്നിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് കാശ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് നമുക്ക് എന്ത് തരും, കടപ്പത്രങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തരും. കടപ്പത്രങ്ങൾ, അതായത് ഗവൺമെൻറ് കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കടപ്പത്രങ്ങൾ. നിങ്ങളിവിടെ നോക്കിയേ, ജനങ്ങളാണ് ഇതൊക്കെ, നമ്മളെപ്പോലുള്ള ജനങ്ങളാണ് ഇത്. കണ്ടല്ലോ, ജനങ്ങൾ കാശ് കൊടുത്തിട്ടാണ് കടപ്പത്രം മേടിക്കുക. അതായത് ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുന്നു. അതായത് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതിലോട്ട് വരാം. അതിനു മുന്നേ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഞാനാണ് ഒരു സാധാരണ വ്യക്തി, ഞാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ട് പൈസ കടം കൊടുക്കുന്നു. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇങ്ങ് മേടിക്കുന്നു. എനിക്കെന്താ ഗുണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന് തുല്യമാണ്. കാരണം എനിക്ക് എന്ത് കിട്ടും, ഇവിടെ പലിശ കിട്ടും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഗുണം എന്താ, ഗവൺമെൻറ്റിന് കടം കിട്ടി അല്ലേ, ഗവൺമെൻറ്റിന് ആവശ്യമുള്ള ഫണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആരാണ്, RBI ആണ്, ഗവൺമെൻറ് നേരിട്ടല്ല. ഓക്കെ, ഗവൺമെൻറ്റിന് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ ഗവൺമെൻറ്റിന് കടം മേടിക്കാൻ ഗവൺമെൻറ് നേരിട്ടല്ല ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന, പകരം RBI വഴിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത്, RBI ആണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, RBI വഴിയാണ് ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക, ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊടുക്കുക. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊടുക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, അവരുടെ കയ്യിലെ കാശ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മേടിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ജനങ്ങളെല്ലാവരും കൂടെ ചേരുന്നതാണല്ലോ എക്കണോമി എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ജനങ്ങൾ അവരെ കയ്യിലെ കാശ് ആർക്ക് കൊടുത്തു, RBIക്ക് കൊടുത്തു. RBI തിരിച്ച് അവർക്ക് എന്ത് കൊടുത്തു, ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുത്തു. അപ്പോൾ ജനങ്ങളുടെ കയ്യിലെ കാശ് എങ്ങോട്ട് പോയി, RBIയിലോട്ട് പോയി. ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയുമ്പോൾ എക്കണോമിയിൽ എന്ത് കുറയണം, മണി സപ്ലൈ കുറയണ്ടേ. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് മെഷേഴ്സ് വിൽ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, മണി സപ്ലൈ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ജനങ്ങൾ അവരുടെ കയ്യിലുള്ള കാശ് RBIക്ക് കൊടുത്തപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കാശില്ല, അപ്പോൾ എക്കണോമിയിലെ മണി കുറഞ്ഞില്ലേ, ജനങ്ങളുടെ കയ്യിലുള്ള കാശ് കുറഞ്ഞില്ലേ. ജനങ്ങൾക്ക് പകരം ഇവിടെ എന്ത് കിട്ടി, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ബൈ RBI. ഗവൺമെൻറ് സെക്യൂരിറ്റി RBI വിൽക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, അല്ല. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI. RBI ഗവൺമെൻറ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണ്, പർച്ചേസ് ചെയ്യുന്നത് ആദ്യം വിൽക്കും. ആദ്യം ജനങ്ങൾക്ക് എന്ത് കൊടുക്കും, ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI കൊടുക്കുന്നു. എന്നിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കുമല്ലോ. അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഇല്ലേ, നമ്മളൊരാൾക്ക് കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, 5 വർഷത്തിനകത്ത് തിരിച്ചടയ്ക്കാവുന്നൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടല്ലേ, 5 years. അതുപോലെ തന്നെ
ഈ കടപ്പത്രങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഗവൺമെന്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചാലും 1 വർഷം 2 വർഷം 10 വർഷം എന്ന് പറഞ്ഞ് മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് സമയത്താണ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ RBI ഗവൺമെന്റ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ, ജനങ്ങൾക്ക് നേരത്തെ കൊടുത്തില്ലേ ഗവൺമെന്റ് സെക്യൂരിറ്റി നേരത്തെ വിൽക്കുന്നതാണ് സെയിൽ. അതിനെ തിരിച്ചു മേടിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, ജനങ്ങളുടെ കയ്യിലോട്ട് കാശ് എത്തുമ്പോൾ എക്കണോമിയിലെ മണി സപ്ലൈ കൂടുകയല്ലേ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്കണോമിയിലെ മണി സപ്ലൈ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് രണ്ടാമത്തെ ഓപ്ഷനാണ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ബൈ RBI. ഒന്നാമത്തതല്ല, രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അവർ കടം മേടിക്കുമ്പോൾ ഗവൺമെന്റ് കടം മേടിക്കുന്ന സമയത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുകയും തിരിച്ച് അവർക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യുന്നതാണല്ലോ. ഇതിനെയാണ് എന്തെന്ന് പറയുക, സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജനങ്ങൾ അവരുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റി മേടിക്കുന്നു, ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയും. ഇനി തിരിച്ചെന്നാലോചിച്ച് നോക്കിയേ, ഗവൺമെന്റ് സെക്യൂരിറ്റി ജനങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നു, എന്നിട്ട് ഗവൺമെന്റ് അവർക്ക് പൈസ കൊടുക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ മണി സപ്ലൈ കൂടും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി അല്ലേ. ഇനി മൂന്നാമത്തേത് ബോറോയിങ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫ്രം RBI. എന്ത് ചെയ്യുന്നുണ്ട്, RBIയിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കടം മേടിക്കുന്നു, RBIയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കടം മേടിക്കുന്നു. അങ്ങനെ കടം മേടിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും, ആ പൈസ എക്കണോമിയിൽ തന്നെ സ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കേന്ദ്ര സർക്കാർ എവിടുന്ന് പൈസ കടമെടുത്തു കഴിഞ്ഞാലും ആ കടമെടുക്കുന്ന പൈസ എന്ത് ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് വരുമ്പോൾ മണി സപ്ലൈ കൂടത്തില്ലേ, മണി സപ്ലൈ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ് ഗവൺമെന്റ് സെക്യൂരിറ്റി, എന്താണ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുമ്പോഴാണോ വാങ്ങുമ്പോഴാണോ ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയുന്നത്, മണി സപ്ലൈ കുറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഗവൺമെന്റ് സെക്യൂരിറ്റിയും ഇൻഫ്ലേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അത് എന്ത് ബന്ധമാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ, കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരാളെ വരയ്ക്കുക, ഗവൺമെന്റിനെ വരയ്ക്കുക. ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ ആൾ കയ്യിലെ കാശ് കൊടുക്കും, അപ്പോൾ മണി സപ്ലൈ കുറയും. ജനങ്ങൾ ചേരുന്നതാണല്ലോ എക്കണോമി. ഇനി ഗവൺമെന്റിനെ വരയ്ക്കുക, ആളിനെ വരയ്ക്കുക. ആൾക്ക് ഗവൺമെന്റ് പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ആൾ കയ്യിലെ ഗവൺമെന്റ് സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുക്കും, അപ്പോൾ എക്കണോമിയിൽ മണി സപ്ലൈ കൂടും. ആണല്ലോ. ഇനി എന്തിനാ പർച്ചേസ്, എന്തിനാ സെയിൽ എന്ന് പറയുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റി വിറ്റിട്ട് കാശ് വാങ്ങുമ്പോൾ അതിനെ സെയിലും, ഗവൺമെന്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി മേടിച്ചിട്ട് ജനങ്ങൾക്ക് കാശ് കൊടുക്കുമ്പോൾ അതിനെ പർച്ചേസ്. അത്രയേ ഉള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഒരു തവണ പഠിച്ചാൽ പിന്നീട് നോക്കേണ്ട കാര്യമേ ഇല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ് GST എന്ന് പറയുന്ന ഒരു പോർഷൻ, GST അതുപോലെ തന്നെ ടാക്സേഷൻ എന്ന് പറയുന്ന പോർഷൻ. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഡയറക്റ്റ് ടാക്സ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്ട് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഈസ് ഓൺ അനദർ പേഴ്സൺ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും. എന്താണ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻഡയറക്റ്റ് ടാക്സ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ സെയിം പേഴ്സൺ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരാളിൽ തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത്, ദ ബർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ഇൻഡയറക്റ്റ് ടാക്സസിന്റെ ബർഡൻ, ബാധ്യത, ലയബിലിറ്റി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. 3 സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കോൺസെപ്റ്റ് അറിയാവുന്നവർക്കാണെങ്കിൽ നോക്കുന്ന സമയത്ത് തന്നെ ആൻസറിലെത്താം. നോക്കിയേ, ഡയറക്റ്റ് ടാക്സസ്, ഇൻഡയറക്റ്റ് ടാക്സസ്, ആ 2 കോൺസെപ്റ്റുകളും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ടാക്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ആർക്ക് കൊടുക്കുന്നതാ, ഗവൺമെന്റിന് കൊടുക്കുന്ന കാശല്ലേ ടാക്സ് എന്ന് പറയുന്നതാണല്ലോ. ജനങ്ങൾക്ക് വരുമാനമുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നു, അപ്പോൾ ഗവൺമെന്റിന് അടയ്ക്കുന്ന ഒരു പൈസയാണ് എന്താണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സുകൾ 2 തരത്തിലുണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. പേരിനകത്ത് തന്നെയുണ്ട് പ്രത്യക്ഷവും പരോക്ഷവും. എന്താണ് പ്രത്യക്ഷവും പരോക്ഷവും? അതും ആ ടേമിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യക്ഷം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഗവൺമെന്റിന് നേരിട്ട് നികുതി അടയ്ക്കുന്നു. അതായത് നിങ്ങൾ ആലോചിക്കുക, എനിക്ക് ഒരു വർഷം ഒരു 20 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ എനിക്കാണ് വരുമാനം കിട്ടിയതല്ലേ, എനിക്ക് 20 ലക്ഷം രൂപ വരുമാനമുണ്ട്. ആ വരുമാനത്തിൻ്റെ മേൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിന് നികുതി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് വരുമാനമുണ്ട്, ആ വരുമാനത്തിന് മേൽ ഞാൻ ഗവൺമെൻറ്റിന് നികുതി കൊടുത്തു, ഇൻകം ടാക്സ് അടച്ചു. മനസ്സിലായല്ലോ? അതെന്താണ്? എനിക്കാണ് വരുമാനം കിട്ടിയത്, അപ്പം എനിക്കാണ് നികുതി അടയ്ക്കാനുള്ള ബാധ്യത. ഞാൻ ഗവൺമെൻറ്റിന് എന്തടച്ചു? ടാക്സ് അടച്ചു. ഞാൻ ഗവൺമെൻറ്റിന് ടാക്സ് അടച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാശ് എൻ്റെ വീടിനടുത്തുള്ള അങ്കിളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് കാശ് തരണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എൻ്റെ ബാധ്യതയാണ്. കാരണം എനിക്കാ വരുമാനം കിട്ടിയത്, എനിക്കാണ് നികുതി അടയ്ക്കാനുള്ള ബാധ്യത, അത് ഞാൻ തന്നെ വഹിക്കണം, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള നികുതികളാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അയാൾക്ക് നികുതി അടയ്ക്കാനുള്ള ബാധ്യതയുണ്ട്, ആ ബാധ്യതയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പാക്റ്റിനെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് നികുതി അടയ്ക്കാനുള്ള ബാധ്യതയുണ്ട്, അയാൾ നികുതി അടയ്ക്കണം. അപ്പം അയാൾ ഗവൺമെൻറ്റിന് നികുതി അടയ്ക്കുന്നു, അതിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുക. ആരുടെ മേലാണോ ആദ്യത്തെ ബാധ്യത വന്ന് വീഴുന്നത് അതിനെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുക. ഇനി അയാളുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് അടയ്ക്കുന്നു, അയാൾക്ക് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ വരുമാനമാണ്, അയാൾക്ക് വേറെ ആരുടെ മേലും ബാധ്യത എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാശ് ഇമ്പാക്റ്റ് അടയ്ക്കാനുള്ള ബാധ്യത അയാൾക്ക് തന്നെയാണ്, അടയ്ക്കുന്നതും അയാൾ തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻസിഡൻസ് എന്ന് പറയുക. ഇൻസിഡൻസ് എന്ന് വെച്ചാൽ യഥാർത്ഥ ബാധ്യത ആര് വഹിക്കുന്നു, അതിനെയാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് കൺഫ്യൂഷൻ വരുമല്ലേ, ഇതിലെന്താ പ്രത്യേകത? അതറിയണമെങ്കിൽ അടുത്ത് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കണം. സപ്പോസ് നമ്മൾ GST എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ GST എന്ന് കേട്ടിട്ടുണ്ട്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ അടയ്ക്കുന്ന നികുതിയാണ് GST. അതൊരു ടാക്സ് അല്ലേ, ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ ഒരു ഉൽപ്പാദകൻ, ഒരു പ്രൊഡ്യൂസർ ഗവൺമെൻറ്റിന് എന്തടച്ചു, GST അടച്ചു എന്ന് വിചാരിക്കുക. ഒരു പ്രൊഡ്യൂസർ എന്തെങ്കിലും മൊബൈൽ ഫോണോ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ ഗവൺമെൻറ്റിന് GST അടച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിന് GST അടച്ചു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കാരണം GST അടയ്ക്കാനുള്ള ബാധ്യത അയാൾക്കാണ്, അല്ലേ? ഒരു സാധനം അയാൾ പ്രൊഡ്യൂസ് ചെയ്തു, ആ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് GST അടയ്ക്കണം. ആർക്കാ? ഏത് ഗവൺമെൻറ്റിനാണോ ആ ഗവൺമെൻറ്റിന് അടച്ചു. അപ്പോൾ ഇതിനെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇമ്പാക്റ്റ്, അടയ്ക്കാനുള്ള ബാധ്യത അയാൾക്കാണ്, അയാൾ കാശ് അടച്ചു. അതിനുശേഷം നമ്മളെപ്പോലുള്ള ആൾക്കാർ, ആ ഫോൺ ഞാൻ മേടിച്ചു, ഫോൺ മേടിക്കുമ്പോൾ ആ ഫോണിൻ്റെ വിലയ്ക്കകത്ത് എന്തുണ്ട്, GST എമൗണ്ട് ഇല്ലേ? ഒരു 1000 രൂപ GST എമൗണ്ട് എന്ന് വിചാരിക്കുക. അതും കൂടെ ചേർത്തിട്ടല്ലേ ഞാൻ സാധനം മേടിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രൊഡ്യൂസർ, ഈ ഉൽപ്പാദകൻ GST അടച്ചതിന് ശേഷം ആ പൈസ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്? എൻ്റെ കയ്യിൽ നിന്ന്. യഥാർത്ഥത്തിൽ കാശ് പോയ ആരുടെ കയ്യിൽ നിന്ന്? എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇൻസിഡൻസ് വേറൊരാളിലോട്ട് മാറിയില്ലേ, യഥാർത്ഥ ബർഡൻ വേറൊരാളിലോട്ട് മാറിയില്ലേ? ഇതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? കാശ് അടയ്ക്കുന്ന ഒരാൾ, പക്ഷേ റിയൽ ബർഡൻ, ആദ്യത്തെ ഇമ്പാക്റ്റ് വീഴുന്ന ഒരാളിലും റിയൽ ബർഡൻ വേറൊരാളുടെ തലയിലും ആണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി. കാരണം ആ പറയുന്ന വ്യക്തിയാണ്, ഞാനാണ് പരോക്ഷമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിന് നികുതി അടയ്ക്കുന്നത്. പക്ഷെ നേരത്തെ ആണെങ്കിലോ മറ്റേ ആൾ നേരിട്ട് തന്നെ അടയ്ക്കുന്നു, അയാളുടെ ബാധ്യത വേറെ ആർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻകം ടാക്സ്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് GST ആണെങ്കിലോ, നമ്മളാണോ, ഞാനിപ്പോൾ സാധനം മേടിച്ചാൽ ഞാൻ GST കൊടുക്കുന്നുണ്ടോ? ഇല്ല, കച്ചവടക്കാരൻ GST കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു. പുള്ളിക്കാണ് ഇമ്പാക്റ്റ്, എനിക്കാണ് ഇൻസിഡൻസ്. അപ്പോൾ ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും, അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയാം. ഇനി അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡയറക്റ്റ് ടാക്സ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഈസ് ഓൺ അനദർ പേഴ്സൺ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലുമാണ് ഡയറക്റ്റ് ടാക്സ്. ശരിയാണോ? നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഇതല്ലേ ഡയറക്റ്റ് ടാക്സ്. ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ ആളിൽ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നേരെ തിരിച്ചല്ലേ കൊടുത്തിരിക്കുന്നത്? തെറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത, അപ്പോൾ ഒന്ന് തെറ്റി, അപ്പോൾ ഇത് രണ്ടും നമുക്കങ്ങ് ഒഴിവാക്കാം. ഓപ്ഷൻ എയും സിയും നമുക്കങ്ങ് ഒഴിവാക്കിക്കൂടെ? ഇനി ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, ഇൻഡയറക്റ്റ് ടാക്സ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ സെയിം പേഴ്സൺ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരാളിൽ. GST ഒക്കെ എക്സാമ്പിൾ ആണോ? നമ്മൾ നേരത്തെ തിരിച്ച് പറഞ്ഞില്ലേ, ഇമ്പാക്റ്റ് ഒരാളിലും ഇൻസിഡൻസ് വേറൊരാളിലും. അപ്പോൾ ഇതും തെറ്റല്ലേ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് പറയുമ്പോൾ ഇതും വരത്തില്ല, ഇത് മൂന്നും വന്നില്ല. പിന്നെ മൂന്ന് നമുക്ക് ശരിയാണോ അല്ലേ നോക്കേണ്ട കാര്യം. ഇത് രണ്ടും തെറ്റെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കിയേ, only 3 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും തെറ്റാണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്കിവിടെ നൺ ഓഫ് ദ എബോവ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം? ഇനി 2 അല്ലെങ്കിൽ 3 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കി മൂന്നാമത്തെയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ദ ബർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ക്യാൻ ബി ഷിഫ്റ്റഡ്. നമുക്ക് ഇത് രണ്ടും തെറ്റിക്കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് അറിയാമല്ലോ. നോക്കിയേ, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബർഡൻ ഷിഫ്റ്റ് ചെയ്യാം. അതായത് എന്താണ്? കച്ചവടക്കാരൻ നികുതി അടച്ചു, അതിനുശേഷം അയാളുടെ ബാധ്യത എൻ്റെ തലയിലോട്ട്, നമ്മളെപ്പോലുള്ള കസ്റ്റമറുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇൻഡയറക്റ്റ് ടാക്സ്.
പരോക്ഷ നികുതിയുടെ ബാധ്യത ഒരാളുടെ തലയിൽ നിന്ന് വേറൊരാളുടെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബാധ്യത ഷിഫ്റ്റ് ചെയ്യാം. ദ ബർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ശരിയല്ലേ? അപ്പോൾ only 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് only 3. ഇത് കാണാതെ പഠിച്ചതൊന്നുമല്ല. എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ അറിഞ്ഞുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും LDCയിൽ, അല്ലെങ്കിൽ LDC ഞാൻ പറയുന്ന 10th ലെവലിനാണ് കേട്ടോ ഞാൻ LDC എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 12th ലെവലിൽ ഞാൻ CPO എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുന്നതിനേക്കാളും കാണാതെ പഠിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? അവിടെ നിങ്ങൾക്ക് കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന വർഷം സാധനങ്ങളൊക്കെ പഠിക്കണം. പക്ഷെ അവിടെ ഇപ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിനേക്കാളും വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റ് അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യനും അല്ല, കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ഫാക്ട്സ് വേണം, കറണ്ട് അഫയേഴ്സ് അറിയണം. ഓക്കെ, അതല്ലാത്ത ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇനി നോക്കിയേ, ഇതും ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ വലിയ കോൺസെപ്റ്റുകളൊന്നുമില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. അതായത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് കറണ്ട് അഫയേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം, എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി പറഞ്ഞെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ലെവലിലും ഉപയോഗപ്രദമാകുന്നു. അപ്പോൾ ഏത് ലെവലിൽ പഠിക്കുന്നവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൂടെ? ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം പാടാണെന്ന് പറയുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പൊതു ചിലവെന്ന് പറയുന്നത് ഏതാണ്? ഇതറിയാൻ വേറെ ഒന്നും നോക്കണ്ട. ഒരു ദിവസം ബജറ്റിൻ്റെ പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കുള്ളൂ. നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി, നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ വന്നിട്ട് ബജറ്റ് പ്രസംഗം നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫെബ്രുവരി 1 രാവിലെ 11 മണിക്ക്. ആ പ്രസംഗം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരത്തെ ന്യൂസോ അല്ലെങ്കിൽ ആ പ്രസംഗം കേൾക്കുകയോ പിറ്റേ ദിവസം വാർത്തയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് എഴുതാം. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പൊതു ചിലവ് ഏതാണ്? നോക്കാത്തവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിഫൻസിലോട്ട് പോകും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ചിലവ് ഉറപ്പല്ലേ, ഡിഫൻസ് അല്ലേ? ആയുധങ്ങൾ, പടക്കോപ്പുകൾ, വെടിയുണ്ടകൾ, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങുന്ന ഏറ്റവും വലിയ ചിലവാണോ? ആണോ? അറിയാവുന്നവർക്കറിയാം. എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത്? പലിശ അടവുകളാണ്. മനസ്സിലായല്ലോ? ഏറ്റവും വലിയ ചിലവ് ഈ ലോണൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഗവൺമെൻറ് ഏറ്റവും വലിയ വരുമാനം ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഒരു വർഷം ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും വലിയ വരവായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ലോണുകളാണ്, കടമാണ്. ഇത്രയും കടം എടുക്കുമ്പോൾ അത്രയും പലിശ അടയ്ക്കാനുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അതായത് നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ അതിന് അത്രയും പലിശയുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ബോറോയിങ്സ് നടത്തുമ്പോൾ അത്രത്തോളം പലിശ അടവുകളുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20 പൈസയാണ് പലിശ. ഇത് പൈസ എന്ന് ഉദ്ദേശിക്കുന്ന ശതമാനമാണ് കേട്ടോ. ഗവൺമെൻറ് മൊത്തം ചെലവുകൾ 1 രൂപയ്ക്കകത്ത് കൊണ്ടുവന്നാൽ മൊത്തം ശതമാനമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഏറ്റവും വലിയ ചിലവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, കണ്ടല്ലോ, പലിശ അടവ്. വെറുതെ ജസ്റ്റ് ഒരു ബജറ്റിന് ശേഷമുള്ള പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഡിഗ്രിക്ക് മാത്രമല്ല, ഇത് 10th ലെവലിലും 12th ലെവലിലും എല്ലാം ഇപ്പോൾ ബജറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പോർഷനാണ് ബഡ്ജറ്റ്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കണം, UPSC പഠിച്ചിട്ട് പോകുന്നവർ, പ്രിലിംസിന് വേണ്ടി പോകുന്നവർ ബജറ്റ് ഒരിക്കലും ഒഴിവാക്കില്ല, എക്കണോമിക് സർവേ ഒരിക്കലും ഒഴിവാക്കില്ല. പക്ഷേ PSCക്ക് ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. അതായത് ബജറ്റ് നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് ബജറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ബജറ്റ് മുഴുവൻ വായിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ബജറ്റ് വന്നതിന് ശേഷം പിറ്റേ ദിവസമുള്ള ന്യൂസ് എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബജറ്റ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ദെൻ which 5-year plan is the first time actually address the issue of removal of poverty? ഇതും ഒരു സാധാരണ PSC ലെവലിൽ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ നോക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ അല്ലേ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കറിയാം 5th 5-year പ്ലാൻ അല്ലേ, ഗരീബി ഘട്ടാവോ എന്ന് പറയുന്നത് അല്ലേ. ഗരീബി ഘട്ടാവോ, ഇന്ദിരാഗാന്ധി 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവത്സര പദ്ധതിയാണല്ലോ. അപ്പോൾ നമ്മുടെ പാർലമെന്റ് മുഴുവൻ കൈയടിച്ച് പാസ്സാക്കുന്നു. ഗരീബി ഘട്ടാവോ, ഗരീബി ഘട്ടാവോ. എന്താണ് ഈ ഘട്ടാവോ? നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യത്തിനെ തുടച്ച് നീക്കുക എന്നുള്ളതാണ് ഈ ഗരീബി ഘട്ടാവോ എന്ന് പറയുന്നത്. പോവർട്ടി റിമൂവൽ അല്ലെങ്കിൽ എന്താണ്, റിമൂവൽ ഓഫ് പോവർട്ടി എന്ന് പറയുന്നതാണ് ഗരീബി ഘട്ടാവോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഇനി ഇതിന് ശേഷമാണ് നമ്മൾക്കറിയാം 5th 5-year പ്ലാൻ ഇടയ്ക്കാണ് എന്ത് വരുന്നത്, എമർജൻസിയൊക്കെ പ്രഖ്യാപിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ടപ്പോൾ പ്രതിപക്ഷം ഇതിനെതിരായിട്ടൊരു മുദ്രാവാക്യമൊക്കെ മുഴക്കുന്നുണ്ട്. ഇന്ദിരാ ഘട്ടാവോ, ഇന്ദിരാഗാന്ധിനെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, എന്നാൽ രാജ്യം രക്ഷപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇതും ഡിഗ്രി ലെവലാണ്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കി പോയി ഉദ്ദേശിക്കുന്നത്, ഡിഗ്രി ലെവലിൽ കോൺസെപ്റ്റുകളും ചോദിക്കും, മറ്റു രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ ഡിഗ്രിയിലോട്ട് വരാൻ നിൽക്കുന്നവർ മടി കാണിക്കരുത്, ഇറങ്ങൂ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്, അതെല്ലാം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ,
നിങ്ങൾ ഇറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. ഫുൾ സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന്, ഫുൾ സപ്പോർട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ മാത്രമല്ല, പഠിക്കാൻ ഭയങ്കര രസകരമാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതായത് 10th ലെവൽ എക്സാമിന് വന്ന ചോദ്യമാണ്. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. അതിൻ്റെ അർത്ഥം 10th ലെവലിലോട്ടും 12th ലെവലിലോട്ടും PSC ഡെപ്തിൽ എക്കണോമിക്സ് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചൊരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ നിങ്ങൾ +1ലും +2ലും എക്കണോമിക്സ്, അതായത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എത്ര പേർക്ക് ഓർമ്മ കാണുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. കമ്പോളം എന്ന് വെച്ചാൽ മാർക്കറ്റ് അല്ലേ? മാർക്കറ്റിൽ ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട് ആണല്ലോ. അപ്പോൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് മാർക്കറ്റ്, കമ്പോളം എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു കമ്പോളത്തിൽ ഒരേ ഒരു വാങ്ങൽക്കാരൻ, ഒരേ ഒരു വിൽപ്പനക്കാരൻ മാത്രമുള്ളത് നമുക്കറിയാം, മൊണോപ്പൊളി. നമ്മൾ കേട്ടിട്ടില്ലേ മൊണോപ്പൊളി? കുത്തക എന്ന് പറയാറില്ലേ? മൊണോപ്പൊളി, കുത്തക എന്ന് വെച്ചാൽ ഒരു സാധനം വിൽക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതിനെയാണ് മൊണോപ്പൊളി, കുത്തക എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു വാങ്ങൽക്കാരൻ, അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി നിങ്ങൾ എല്ലാവരെയും തെറ്റിക്കാൻ വേണ്ടി മൊണോപ്പൊളി ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക ആൾക്കാരും ബാക്കി ഒന്നിലും പോകത്തില്ല, ഇത് ആൻസർ ചെയ്യും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മൊണോപ്പൊളി ഒരേ ഒരു ആള് എന്ന് മാത്രം പറയും. പക്ഷേ ഇത് ആ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് കൃത്യമായിട്ടും പറഞ്ഞാൽ +2ലെ മൈക്രോ എക്കണോമിക്സിനകത്തുള്ള ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്, അതായത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ്, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, ഡുവോപ്പൊളി എന്ന് പറയുന്ന മാർക്കറ്റുകൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്ന ഒരു ടേമാണിത്. ഇത് മൊണോപ്സോണിയാണ്. മൊണോപ്സോണി എന്ന് വെച്ചാൽ ഒരേ ഒരു വാങ്ങൽക്കാരൻ, ഒരേ ഒരു ബയ്യർ മാത്രമുള്ള മാർക്കറ്റ് മൊണോപ്സോണിയാണ്, മൊണോപ്പൊളി അല്ല. മൊണോപ്പൊളി ഒരേ ഒരു സെല്ലർ മാത്രമുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ എന്ത് പറയാൻ പറ്റും? മൊണോപ്പൊളി എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിൽ ട്രെയിൻ ഓടിക്കുന്ന റെയിൽവേ അല്ലേ? അപ്പോൾ അതാണ് മൊണോപ്പൊളി. അതേസമയം മൊണോപ്സോണി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വാങ്ങൽക്കാരൻ, അങ്ങനത്തെ മാർക്കറ്റുകൾ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ പറയാം. ഇപ്പോൾ എന്താ ആണവോർജ്ജമൊക്കെ വാങ്ങുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ് മാത്രമാണ് അല്ലേ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം മൊണോപ്സോണിയാണ് ഇവിടുത്തെ ആൻസർ. ഒരേ ഒരു വാങ്ങൽക്കാരൻ, ഒരേ ഒരു വിൽപ്പനക്കാരൻ മാത്രം ചോദിച്ചിരുന്നെങ്കിൽ മൊണോപ്പൊളി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്? എന്തിനാണ്? അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഈ സാധനം? ഇത് കൺവെൻഷനലി എക്കണോമിക്സിന് ചോദിക്കുന്നതല്ല, 10th ലെവലിലും ഡിഗ്രിക്കും ചോദിക്കുന്നില്ല. പക്ഷേ 10th ഇങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ ഒളിച്ച് കടന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കി. ഇത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഈ ഒരു വർഷം നടന്നത് തന്നെയാണ്. ഒരു 2 മാസം ആയിട്ടേ ഉള്ളൂ, 1 മാസം 2 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമാണ്. മാത്രമല്ല അതിൽ ഭൂരിപക്ഷ ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഇനി മറ്റ് 2 ടേമുകളും കൂടെ കിടക്കുന്നില്ല, അവരെയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒളിഗോപ്പൊളിയും ഡുവോപ്പൊളിയും. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു വിൽപ്പനക്കാരൻ, ഡുവോപ്പൊളി എന്ന് വെച്ചാൽ രണ്ട് വിൽപ്പനക്കാരനുള്ളതിനാണ് ഡുവോപ്പൊളി. നമുക്ക് വേണമെങ്കിൽ കൊക്കക്കോളയും പെപ്സി അല്ലേ, 2 വിൽപ്പനക്കാരൻ മാത്രമുണ്ട്. ഇനി ഒളിഗോപ്പൊളി എന്ന് വെച്ചാൽ ഫ്യൂ, വളരെ കുറച്ച് വിൽപ്പനക്കാരൻ മാത്രമുള്ള മാർക്കറ്റ്. ഉദാഹരണം നമ്മുടെ പെട്രോൾ പമ്പുകളിലെ ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതുപോലെ തന്നെ നയാര, ദെൻ റിലയൻസ്, അത്തരത്തിലുള്ള കുറച്ച് സെല്ലേഴ്സ് മാത്രമുള്ളതാണ് ഒളിഗോപ്പൊളി. ഈ ടേമുകളെല്ലാം നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 10th വന്നൊരു ചോദ്യമാണ്. ഇതെന്ന് പറയുന്നത് എന്തിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്? ഇതും 10th 12th ലെവൽ എക്സാമിന് വന്നൊരു ചോദ്യമാണ്. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറ്റിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബജറ്റിൽ നിന്ന് ഡിഗ്രി ലെവലിലും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ബജറ്റ് 2നും നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ 10th ലെവൽ 12th ലെവൽ പഠിക്കുന്നു, ഡിഗ്രിക്കും കൂടെ നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡിഗ്രിക്ക് നോക്കുന്ന എനിക്ക് അധിക ചിലവാണ് എന്ന് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അമൃതകാലം എന്നത് ബജറ്റ് 2023-24 അമൃതകാലം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സ്വാതന്ത്ര്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75-ാം വർഷം കഴിഞ്ഞപ്പോൾ ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യില്ല. എന്താണ് ആസാദി കാ മഹോത്സവ്, അമൃത് മഹോത്സവം എന്നുള്ള കമൻറ്റ് ചെയ്ത്. ഇനി വേറൊരു കാര്യം, അമൃതകാലം നിങ്ങൾക്ക് അറിയാം, 75 വർഷമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, 75 വർഷമായി. ഇനി 100ാമത്തെ വർഷം അടുക്കാൻ പോകുന്നു. ഇനി 25 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 100 വർഷത്തേക്ക് നമ്മൾ ചെയ്തു തീർക്കാനുള്ള, വികസനത്തിന് വേണ്ടി ചെയ്തു തീർക്കാനുള്ള ഒരു വർഷം, അതായത് ഒരു കാലം, അതാണ് അമൃതകാലം എന്ന് പറയുന്നത്. നമുക്കതിനെ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞാൽ ഓസ്പീഷ്യസ് ടൈം ടു സ്റ്റാർട്ട് സംതിങ്, എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള ഒരു നല്ല സമയം, അതാണ് അമൃതകാലം എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് 2023-24 അമൃതകാലം എന്ന് പറയുന്ന ആ ഒരു കാലം ആരംഭിക്കുന്നു. അതിൻ്റെ ആ ഒരു കാലത്തിൽ പ്രസൻറ്റ് ചെയ്ത ഫസ്റ്റ് ബജറ്റാണ് 2023-24. അപ്പോൾ അതുകൊണ്ട് തന്നെ അമൃതകാൽ ഇത് ബജറ്റ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത
ബജറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അല്ലാത്ത കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരും. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെപ്റ്റുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ബജറ്റിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനി GST ഇത് കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വായിച്ചു പറഞ്ഞുതരാം. നോക്കിയേ, ചരക്ക് സേവന നികുതി GSTയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതയാണ് താഴെ പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. GST ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യമാണ്, 10th ലെവലിൽ ചോദിച്ചിട്ടുള്ളതാണ് മെയിൻസിന്. നോക്കിയേ, ഒരു പ്രത്യക്ഷ നികുതിയാണ് GST. നമ്മൾ നേരത്തെ പറഞ്ഞു GST പ്രത്യക്ഷ നികുതി അല്ല, അതൊരു പരോക്ഷ നികുതിയാണ്. ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ടെണ്ണം എലിമിനേറ്റ്. ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക്. നിങ്ങൾക്ക് 10th ലെവലിൽ യൂസ് ചെയ്യാം. അതേ ടെക്നിക്ക് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ യൂസ് ചെയ്യാം, UPSCയിൽ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, ഒരു പ്രത്യക്ഷ നികുതിയാണ് അല്ല. പിന്നെ എന്താണ് ഇവിടെ എന്നു പറയുന്നത്? ചരക്ക് സേവന നികുതിയായിട്ട് ബന്ധപ്പെട്ട് ശരിയായ വസ്തുതയാണ് തിരഞ്ഞെടുക്കുക. പ്രത്യക്ഷ നികുതിയാണോ GST? അല്ല, അതൊരു പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ പറഞ്ഞു എന്താണ് പരോക്ഷ നികുതി എന്ന്. രണ്ടാമത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. അല്ലേ? GST കേന്ദ്രവും കളക്ട് ചെയ്യുന്നു, സംസ്ഥാനവും കളക്ട് ചെയ്യുന്നില്ലേ? ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗട്ട് ഉള്ളപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ബില്ല് കൊടുക്കാറില്ലേ? ബില്ലിന് താഴെ GST എന്ന് എഴുതിയിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാറില്ലേ റെസ്റ്റോറൻറ്റിൽ നിന്ന്? കഴിക്കുമ്പോൾ ബില്ല് നോക്കാറില്ലേ? വല്ലവരും ബില്ലാണോ നിങ്ങൾ കൊടുക്കുന്നത്? സ്വന്തം ബില്ല് കൊടുക്കുന്ന സമയത്ത് താഴെ നോക്കുക, CGST എന്നും കാണാൻ പറ്റുന്നുണ്ട്, SGST എന്നും കാണാൻ പറ്റുന്നില്ലേ? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. രണ്ടുപേരും നടപ്പിലാക്കുന്നില്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളോട്ട് ബന്ധപ്പെടുത്തുക. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? GST രണ്ടുപേരും കൂടെ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. അടുത്ത, GST കൗൺസിലിന് അധ്യക്ഷത വഹിക്കുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അല്ലേ? GST എന്ന് പറയുന്നത് ധനകാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ ധനകാര്യമന്ത്രി ആയിരിക്കത്തില്ലേ അത് വഹിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ധനകാര്യമന്ത്രിയാണ്. അത് GST പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ്. GST കൗൺസിൽ, GST ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കൗൺസിലാണ്. ഇവിടുത്തെ ആൻസർ 2ഉം 3ഉം. മനസ്സിലായല്ലോ? ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ഇത് കുറച്ച് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, എന്താണ് GST എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ഇവിടെ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. നമ്മൾ വെറുതെ ഫാക്ച്വൽ, വെറുതെ ഒറ്റ വാക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ ജസ്റ്റ് 2-3 സ്റ്റേറ്റ്മെന്റുകളായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇത് വായിച്ചപ്പോൾ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ഡിഗ്രി ലെവലിലും സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യമേ ഒരു പേടിയാണല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഡിഗ്രി ലെവൽ പേടിച്ചു, പിന്നെ ക്വസ്റ്റ്യനും അതേപോലത്തെ പേടി നമുക്ക് കാണും അല്ലേ? ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്രോച്ച് വേണ്ട, സിമ്പിളാണ് എന്ന് ആലോചിക്കുക. ഇനി ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ, LPG നമ്മൾ പറഞ്ഞല്ലോ, പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം. ഇത് 10th ലെവൽ ക്വസ്റ്റ്യനാണ്. അപ്പം അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയേ. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. അതായത് വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ കൂടി. മറ്റൊന്ന്, ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. ഇത് നമ്മൾ ഒന്ന് ഇംഗ്ലീഷിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇതിനെ ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ അല്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? 10th ലെവലിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ പഠിക്കണം. അപ്പോൾ പിന്നെ ഡിഗ്രിയിൽ പഠിച്ചാൽ എന്താ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതാണ് കേട്ടോ. ഡിഗ്രിയിലോട്ട് വരൂ. നമ്മൾ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, നിങ്ങൾക്കറിയാലോ, 1991 പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി. അതെന്തുകൊണ്ട് നടപ്പിലാക്കി? അതിൻ്റെ പിന്നാമ്പുറത്തൊരു കഥയുണ്ട്. അതായത് BOP ക്രൈസിസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഇന്ത്യ നേരിടുന്നുണ്ട്. ഇന്ത്യക്ക് IMFൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ആ ഒരു സഹായം കിട്ടാൻ വേണ്ടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് തുറന്നു കൊടുക്കുന്നു, സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ഉദാരവൽക്കരിക്കുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്, ലിബറലൈസേഷൻ. ഈ നയങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന നയങ്ങളെ പറ്റിയല്ല, നയങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു? പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വിദേശത്തു നിന്നുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വന്നു, വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ നിക്ഷേപിക്കാൻ തുടങ്ങി അല്ലേ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗൂഗിൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ലേ, റീൽസ്, അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് കാണാറുണ്ട്. ദെൻ നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന പോലെ ട്വിറ്റർ ഉണ്ടായിരിക്കും അല്ലേ? ട്വിറ്റർ ഇപ്പോൾ ഇല്ലല്ലോ, എക്സ്. അപ്പോൾ എക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോൾ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്, വിദേശത്തുള്ള പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നു. വിദേശ നിക്ഷേപം കൂടിയിട്ടുണ്ടല്ലേ? വിദേശ നിക്ഷേപം, വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം ഇന്ത്യയിൽ നടക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് അല്ലേ? ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷം വിദേശ കമ്പനികൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു, ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നു, ആണല്ലോ. അപ്പോൾ വിദേശ സ്ഥാപനങ്ങൾ നിക്ഷേപം കൂടി, ശരിയാണല്ലോ. പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷമല്ലേ വിദേശ നിക്ഷേപം ഇവിടെ കൂടുന്നത്. ദെൻ ഔട്ട്സോഴ്സിങ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഔട്ട്സോഴ്സിങ്, പുറം തൊഴിൽ കരാറെന്നോ പുറം വാങ്ങലെന്നോ നമുക്ക് പറയാം. എന്താണെന്ന് ഔട്ട്സോഴ്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനി, US കമ്പനിയാണെന്ന് അറിയാമല്ലോ മൈക്രോസോഫ്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചില വർക്കുകൾ, ചില ജോലികൾ മറ്റൊരു രാജ്യത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു. സപ്പോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ, നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് IT പാർക്കുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക്, അതായത് US ഒരു കമ്പനി വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് അവരുടെ സർവീസുകൾ, അവരുടെ ചെയ്യുന്ന ജോലികൾ മറ്റ് കമ്പനികൾക്ക് ചെയ്യാൻ വേണ്ടി കരാറിന് കൊടുക്കുന്നു. ഇതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റും എന്താണ്, ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ടെക്നോ പാർക്കിലൊക്കെ അല്ലെങ്കിൽ IT പാർക്കുകളിലൊക്കെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്ക് എന്താ രാവിലെ ഇരുന്ന് ജോലി ചെയ്തുകൂടെ എന്നൊരു ചോദ്യം വരും. പക്ഷേ അവരുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലയൻസ് എന്ന് പറയുന്നത് കൂടുതലും വിദേശ രാജ്യത്തുള്ളവരാണ്. അവരവരുടെ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ ജോലികൾ ചെയ്തു കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഔട്ട്സോഴ്സിങ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടെലികോളിംഗ് അറിയാമല്ലോ. അതായത് ഇപ്പോൾ എന്തെങ്കിലും കസ്റ്റമർ സർവീസ് ഒക്കെ മാത്രമാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഹോളിവുഡ് മൂവീസിൻ്റെ VFX വർക്കൊക്കെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹോളിവുഡ് മൂവീസിൻ്റെ VFX വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലാണോ ആദിപുരുഷ് ഉണ്ടായിരുന്നത്? അത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഹോളിവുഡ് മൂവീസിൻ്റെ VFX ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വളർന്നു. അപ്പോൾ സേവന മേഖലയിൽ ഔട്ട്സോഴ്സിങ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയല്ലേ? IT കമ്പനികളിലൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നു. മനസ്സിലായല്ലോ? എൻട്രി എന്ന് പറയുന്ന ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമാണ്, ഒരു IT സ്ഥാപനമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്, പുറം തൊഴിൽ. അതിനുശേഷം തൊഴിൽ രഹിത വളർച്ച. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തൊഴിൽ രഹിത വളർച്ച. അതായത് ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യ വലിയ രീതിയിൽ വളരുന്നുണ്ട് അല്ലേ. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. പക്ഷേ ഒരു പ്രശ്നം എന്താ, ആൾക്കാർക്ക് ജോലിയില്ല. ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിൽ രഹിത വളർച്ച എന്നാണ് ഇന്ത്യയുടെ വളർച്ച എന്നെ പറയാനുള്ളത്. ശരിയാണ് കേട്ടോ. കാരണം ഇന്ത്യയിൽ 1991 റിഫോംസിന് ശേഷം, നവലിബറൽ നയങ്ങൾക്ക് ശേഷം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും, അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും താഴോട്ട് പോയി. സർവീസ് സെക്ടർ, സേവന മേഖല മാത്രമാണ് ഇവിടെ വളർച്ച കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലയിൽ ആൾക്കാർക്ക് തൊഴിലില്ല. ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്ത് തൊഴിൽ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്ടർ ഏതാ? ഇൻഡസ്ട്രീസ്. നിങ്ങൾ ചൈനയുടെ കാര്യം കണ്ടില്ലേ? ചൈന ഇന്ത്യയൊക്കെ ഒരേ സമയത്താണ് വളർച്ച ആരംഭിച്ചത്. പക്ഷേ ചൈന വേഗത്തിൽ വളർന്നു, ഇന്ത്യ ആ രീതിയിൽ വളർന്നില്ല. എന്തുകൊണ്ടാണ്? ചൈന അഗ്രികൾച്ചറിൽ നിന്ന് നേരെ ഇൻഡസ്ട്രി പോയി, അവിടുന്ന് നേരെ സർവീസിൽ പോയി. ഇന്ത്യ ആണെങ്കിൽ അഗ്രികൾച്ചർ നേരെ സർവീസിലോട്ട് ചാടി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടില്ല. മനസ്സിലായല്ലോ? അവിടെ ഒരു വാക്വം ഉണ്ട്, അവിടെ ഒരു ജോബ് ക്രിയേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ വളർച്ചയെ തൊഴിൽ രഹിത വളർച്ച എന്ന് പറയുന്നു. ശരിയാണ്. ഇത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് NCERTs വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടും. ഇത് എന്താണ്, 11th സ്റ്റാൻഡേർഡിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് NCERT വായിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് 10th ലെവലിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? നന്ദി പറഞ്ഞില്ല, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 10th ലെവലിലും ഡിഗ്രി ലെവലിലും സിമിലർ പാറ്റേണിലുള്ള ചോദ്യങ്ങളുണ്ടല്ലേ? ആണല്ലോ. 10th ലെവലിലെ ചോദ്യങ്ങളും ഡിഗ്രി ലെവലിലെ ചോദ്യങ്ങളും ഏകദേശം സിമിലർ ആണെന്ന് തോന്നില്ലേ? തോന്നണം. ഓക്കെ. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എക്കണോമിക്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരിചയപ്പെടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ എടുത്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഡിഗ്രി ലെവലിലോട്ട് ഇറങ്ങിയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇനി നമുക്ക് നന്ദി പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.